എത്രത്തോളം നമുക്ക് നമ്മളുടെ ബിലീഫ്സിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വേറൊരു പോസിറ്റീവ് ബിലീഫ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു പ്രസന്റ് ബിലീഫാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേറൊരു സൈഡ് ഉണ്ട് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അത് ഹോൾഡ് ചെയ്യില്ല. സോ എൻ്റെ ഒരു മെന്റർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനി അതർ ബ്രെയിൻ അതർ ദാൻ യുവർ ബ്രെയിൻ ഇസ് എ ബെസ്റ്റ് ബ്രെയിൻ ടു കോച്ച് യു. ഞാൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എന്നെ സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് മൈ മെന്റേഴ്സ് ടു സപ്പോർട്ട് മീ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇമോഷനിൽ നിൽക്കുമ്പോൾ, എസ്പെഷ്യലി വെൻ വി ആർ ഇൻ ഡിഫിക്കൽട്ട് ഇമോഷണൽ സിറ്റുവേഷൻ, നമ്മൾ ബ്ലൈൻഡ് ആണ്. ഇമോഷൻസ് നമ്മളെ ബ്ലൈൻഡ് ആക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അറ്റ് ദാറ്റ് ടൈം വി നീഡ് അനദർ പേഴ്സൺ. അവിടെയാണ് നമ്മൾ ഒരു ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യം ഉള്ളത്. ഇപ്പോഴും നമ്മുടെ റിയാലിറ്റിയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, റിയൽ സിറ്റുവേഷനെക്കാളും ചിലപ്പോൾ ഭയങ്കര ഇന്റൻസ് ആയിട്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റിയാലിറ്റിയും ട്രൂത്തും തമ്മിൽ എന്താ പറയുക, ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. അത് നമുക്ക് കാണിച്ചു തരാൻ വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ അവിടെ വി നീഡ് ഹെൽപ്പ്, എസ്പെഷ്യലി വെൻ വി പ്രോസസ് ട്രോമ, വി നീഡ് സപ്പോർട്ട്.